ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന ആനുകാലിക ക്വിസ്. സമകാലിക സംഭവങ്ങൾ ഉൾപ്പെടുത്തിയ GK ക്വിസ്. സ്വദേശ് മെഗാ ക്വിസിലേക്ക് പങ്കെടുക്കുന്നവർക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചോദ്യങ്ങൾ നോക്കാം. സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ 2023 പുരസ്കാരം ആർക്കാണ്? എം രാഘവന്. കോഴിക്കോടിനെ സാഹിത്യ നഗരമായി യുനെസ്കോ അംഗീകരിച്ചത് എന്നാണ്? 2023 ഒക്ടോബർ 31. ലോക ചെസ്സിലെ ഫിഡെ റാങ്കിങ്ങിൽ ഏറ്റവും മുന്നിലുള്ള ഇന്ത്യൻ വനിത കൊനേരു ഹംപി. 7ാമത്തെ റാങ്കാണ്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ വിഭാഗം 2024 ചാമ്പ്യൻ ആര്? കാർലോസ് അൽക്കരാസ്, സ്പെയിൻകാരനാണ്. 2024 വിംബിൾഡൺ ടെന്നീസ് വനിതാ വിഭാഗം ചാമ്പ്യൻ ആര്? ബാർബറ ക്രെജിക്കോവ, ചെക്ക് റിപ്പബ്ലിക്കുകാരിയാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ എന്നീ 4 ടെന്നീസ് കിരീടങ്ങളും പൊതുവെ അറിയപ്പെടുന്നത് ഏതു പേരിൽ? ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ. ഗ്രാൻഡ് സ്ലാം. 4 ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് വിജയങ്ങൾക്കൊപ്പം ഒളിമ്പിക്സിലെ ടെന്നീസ് സ്വർണവും നേടുന്നതിനെ വിളിക്കുന്നത് എന്ത്? ഗോൾഡൻ സ്ലാം. ഗോൾഡൻ സ്ലാം. നടൻ മമ്മൂട്ടി എടുത്ത ഒരു പക്ഷി ചിത്രത്തിന് ലേലത്തിൽ 3 ലക്ഷം രൂപ കിട്ടി. ഏതു പക്ഷിയാണ് ചിത്രത്തിൽ? ഇലത്തുമ്പിൽ വിശ്രമിക്കുന്ന നാട്ടുബുൾബുൾ പക്ഷി. നാഷണൽ കാഡറ്റ് കോർപ്സ് NCC നിലവിൽ വന്നത് എന്നാണ്? 1948 ജൂലൈ 15. ബഹിരാകാശത്തെ എക്സ്റേ കിരണങ്ങളുടെ പഠനത്തിന് ISRO വിക്ഷേപിച്ച സാറ്റലൈറ്റിന്റെ പേര്? എക്സ്പോസാറ്റ്. എക്സ്റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നതിന്റെ ചുരുക്കമാണ് എക്സ്പോസാറ്റ്. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യ വിദേശ സർവകലാശാല ക്യാമ്പസ് ഗുജറാത്ത് ഗാന്ധിനഗറിലെ ഗിഫ്റ്റ് സിറ്റിയിലാണ്. ഏതാണ് സർവകലാശാല? ഡീക്കിൻ യൂണിവേഴ്സിറ്റി, ഓസ്ട്രേലിയ. ഇന്ത്യയിൽ ആദ്യമായി AI അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്ന നഗരം? ബംഗളൂരു. ബംഗളൂരുവിലെ അപ്പോളോ ഹോസ്പിറ്റലിൽ. സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾക്ക് വായ്പാ ലഭ്യത ഉറപ്പാക്കാനായി തുടങ്ങിയ കേന്ദ്ര സർക്കാർ പദ്ധതി? PM മുദ്ര യോജന. സർക്കാർ നിയമനങ്ങളിൽ പിന്നാക്ക വിഭാഗത്തിന് 26% സംവരണം ഏർപ്പെടുത്തി സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കമിട്ട ഭാരതരത്ന ജേതാവ്? കർപ്പൂരി ഠാക്കൂർ. ദേശീയ സമ്മതിദായക ദിനം, നാഷണൽ വോട്ടേഴ്സ് ഡേ എന്നാണ്? ജനുവരി 25. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ഹേഗ്, നെതർലാൻഡ്സിലെ ഹേഗ്. നൈട്രജൻ ഗ്യാസ് ഉപയോഗിച്ച് ആദ്യമായി വധശിക്ഷ നടപ്പാക്കിയത് അമേരിക്കയിൽ എവിടെ? അലബാമയിൽ. അലബാമ. ലോകത്തെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ റോയൽ കരീബിയൻ ഇന്റർനാഷണൽ കമ്പനിയുടേതാണ്. അതിൻ്റെ പേരെന്താണ്? ഐക്കൺ ഓഫ് ദ സീസ്. ലോക തണ്ണീർത്തട ദിനം, വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ എന്നാണ്? ഫെബ്രുവരി 2. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള കമ്പനി? ന്യൂറോലിങ്ക്. ന്യൂറോലിങ്ക്. സ്വദേശ് ക്വിസ് GKക്കും മറ്റെല്ലാ GK ക്വിസിനും ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്യൂ. ലോകത്തെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ബീച്ച് ഏതാണ്? കാപ്പാട്. കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് ബീച്ച്. ലക്ഷദ്വീപ് സമൂഹത്തിന്റെ
തെക്കേയറ്റത്തെ ദ്വീപായ മിനിക്കോയ് ഏതു കപ്പൽച്ചാലിനരികിലാണ് സ്ഥിതി ചെയ്യുന്നത്? 9 ഡിഗ്രി ചാനൽ, 9 ഡിഗ്രി ചാനൽ. കാൻ ചലച്ചിത്ര മേളയിൽ മികച്ച ഛായാഗ്രാഹകർക്ക് നൽകി വരുന്ന പിയർ ആഞ്ചിനോ ട്രിബ്യൂട്ട് അവാർഡിന് അർഹനായ മലയാളി സന്തോഷ് ശിവൻ. ലോകത്ത് ജനന നിരക്ക് ഏറ്റവും കുറവുള്ള രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയ, സൗത്ത് കൊറിയ. രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല വയനാട് ജില്ല. ഇന്ത്യയിൽ ഈ വർഷം വ്യോമയാന ലൈസൻസ് ലഭിച്ച കമ്പനി ഏത്? ഫ്ലൈ 91. ഫ്ലൈ 91. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യമായ നാറ്റോയിൽ ഏറ്റവും ഒടുവിൽ അംഗമായ രാജ്യം? സ്വീഡൻ. 32ാമത്തെ രാജ്യമാണ് സ്വീഡൻ. ഏതു രാജ്യത്തെ സ്വകാര്യ ബഹിരാകാശ കമ്പനിയാണ് സ്പേസ് വൺ? ജപ്പാൻ. ജപ്പാനിലെ ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി ആരുടെ ആത്മകഥാ ഗ്രന്ഥമാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ. ഇന്ത്യയിലെ ഗോത്രവർഗ ജനവിഭാഗത്തിന് ഭീഷണിയായ അരിവാൾ രോഗത്തിന്റെ ശരിയായ പേര്? സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ. യുവർ ബോണസ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. ലോക ജലദിനം എന്നാണ് ആചരിക്കുന്നത്? നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ. കൂടുതൽ അറിവിന് സ്വദേശ് മെഗാ ക്വിസിന് ഉണ്ണീസ് വിജയപാത.